ഗാന്ധിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. അനുമോദ് തുടരുന്നത്. അനുമോദ്, വലിയ ആവേശം പ്രവർത്തകർ കാണാം. ത്രിവർണ്ണ കളറുകളുള്ള ബലൂണുകളുമായി, വലിയ വലിയ പോസ്റ്ററുകളുമായി, ഇന്ത്യയെ രക്ഷിക്കാൻ രാഹുൽ വരണമെന്ന ബാനറുകളുമായി പ്രവർത്തകർ അണിനിരന്നു കഴിഞ്ഞു. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഒരു മണ്ഡലത്തിലും ഇല്ലാത്ത തരമുള്ള ആവേശമാണ് UDF പ്രവർത്തകർക്ക് വയനാട്ടിലുള്ളത്, അല്ലേ? തീർച്ചയായും വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം അത് UDFന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ രണ്ടാമത് മത്സരിക്കുന്നു എന്നത് കേരളത്തിൽ UDFനെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിന് നിശ്ചയിച്ച അദ്ദേഹം ആദ്യമായിട്ട് വരുന്നൊരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം കൊടുക്കുന്ന സ്വീകരണം ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് UDF ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം 5 വർഷം മുൻപ് അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കാൻ വന്നപ്പോൾ നൽകിയ സ്വീകരണം കോഴിക്കോട് മുതൽ അദ്ദേഹം വയനാട് എത്തുന്നതുവരെ ഓരോ മേഖലയിൽ നിന്നും ആളുകൾ കൂടുതൽ ഒഴുകിയെത്തി, മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തി. അത്രമാത്രം വലിയൊരു സ്വീകരണമായിരുന്നു നൽകിയത്. എന്നാൽ ഇത്തവണ വയനാട്ടിലെ 7 നിയോജക മണ്ഡലങ്ങൾ, അതായത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽപ്പെടുന്ന 7 ജില്ലകളിൽ നിന്നും ഇത്തവണ പ്രവർത്തകരെ വയനാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർ ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട്. അവർ രാഹുലിനെ കാണുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കമാണ്. തെരഞ്ഞെടുപ്പിന്റെ മെഗാ ക്യാമ്പയിന് കോൺഗ്രസ് രാഹുലിന് നൽകുന്ന ഈ സ്വീകരണത്തോടെ തുടക്കം കുറിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ ഇന്ന് വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് ശേഷം, പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം ഒരു പൊതുവേദിയിൽ അധികം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചതായിട്ട് കണ്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള അദ്ദേഹത്തിന്റെ ട്വീറ്റുകളും മറ്റു മാത്രമാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം വയനാട്ടിൽ വെച്ച് മാധ്യമങ്ങൾക്ക് മുന്നാകെ അദ്ദേഹം വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിന് മുൻപിലാണ് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. റോഡ് ഷോയുമായി വരുന്ന രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കും. ഇവിടെ നിന്നും അദ്ദേഹം വോട്ടർമാരെ അഭിസംബോധന ചെയ്യും. നമുക്കറിയാം രാഹുലിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയ തലത്തിൽ ഒട്ടേറെ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലൊക്കെ തന്നെ രാഹുലിന്റെ പ്രതികരണം ഇന്നുണ്ടാകും എന്നൊരു കാത്തിരിപ്പാണുള്ളത്. എന്തൊക്കെയായിരിക്കും രാഹുൽ പറയുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് വയനാട്ടിലെ കഴിഞ്ഞ 2 ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള മുതിർന്ന നേതാക്കളാണ് ഇടതുപക്ഷത്തിനു വേണ്ടി വയനാട് നിയോജക മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രചരണത്തിൽ പങ്കെടുക്കുന്നത്. കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും നിശ്ചിത വിമർശനങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. കെ സുരേന്ദ്രനെ പോലുള്ള സംസ്ഥാന തലത്തിലെ BJP നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് നിലപാടുകളെ വിമർശിക്കുന്നുണ്ട്. അത്തരത്തിൽ വിവിധ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ? സാധാരണഗതിയിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വിമർശനങ്ങൾ നടത്താറില്ല. വളരെ അപൂർവമായിട്ട് മാത്രമാണ് രാഹുൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടോ പ്രതികരണങ്ങൾ നടത്താറുള്ളത്. ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം എത്തരത്തിലായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പങ്കുവെക്കുക? ഇടതുപക്ഷത്തിന്റെ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാകുമോ, വാക്കുകളായിരിക്കുമോ രാഹുലിന്റെ എന്നാണ് കണ്ടറിയേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും രാഹുൽ എന്ത് പറയും എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഹുലിന് നൽകുന്ന സ്വീകരണം അത് വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആവേശോജ്വലമായ സ്വീകരണമാക്കണമെന്ന് UDF ആഗ്രഹിച്ച് കൈമെയ് മറന്ന് പ്രവർത്തകർ അതിനിറങ്ങുമ്പോൾ അവരോട് രാഹുൽ എന്തായിരിക്കും പറയുക? ഈ ദിവസങ്ങളിൽ ഇനി അവർക്ക് നൽകാനുള്ള ഊർജം രാഹുലിന്റെ ഈ വാക്കുകളായിരിക്കും. അതെന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കേൾക്കാൻ കാത്തിരിക്കുന്നത്. ഇന്ന് തന്നെയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ രാഹുലിന്റെ റോഡ് ഷോ ആരംഭിക്കും. നമ്മൾ ഈ നിൽക്കുന്നത് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിന് മുൻപിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരമുണ്ട് ഈ കളക്ടറേറ്റിലേക്ക്. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നും അദ്ദേഹം സംസാരിച്ചതിന് ശേഷമായിരിക്കും അവിടേക്ക് പോവുക. ആ സമയത്ത് വലിയ ഒരു ജനക്കൂട്ടത്ത് തന്നെയാണ്, 10000 ആളുകൾ തന്നെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. പത്രികാ സമർപ്പണത്തിന് ശേഷം അദ്ദേഹം അല്പസമയം 2 മണിക്കൂറോളം സമയം UDF നേതാക്കൾക്കൊപ്പം ചെലവഴിക്കുന്നുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അടുത്ത ഘട്ട പ്രചരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ആശയങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ഒരു പത്രികാ സമർപ്പണത്തിന് ശേഷമായിരിക്കും ചർച്ച ചെയ്യുക. ഈ മാസം 15-ാം തീയതിയും 16-ാം തീയതിയുമായിട്ടും രാഹുലിന്റെ 2ാം വരവ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഏതെല്ലാം മണ്ഡലങ്ങളിലായിരിക്കും അദ്ദേഹം പോവുക? വയനാടിന് പുറമെ സംസ്ഥാനത്തെ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി എത്തുമോ? എവിടെയെല്ലാം പ്രചരണത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കും? എവിടെയെല്ലാം പ്രിയങ്ക ഗാന്ധി എത്തും? തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ദിവസങ്ങളിലെ ചർച്ചയിലാണ് തീരുമാനമാവുക. അപ്പോൾ പത്രികാ സമർപ്പണത്തിന് ശേഷം അദ്ദേഹം UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും ഇക്കാര്യങ്ങളൊരു ധാരണ ഉണ്ടാവുക. അതിനുശേഷം 2:30 അദ്ദേഹം തിരിച്ചു പോകും. അദ്ദേഹത്തിന് തിരിച്ചു പോകാനുള്ള ഹെലികോപ്റ്റർ ഇപ്പോൾ തന്നെ കൽപ്പറ്റയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള നിമിഷങ്ങൾ രാഹുലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വയനാട്ടിൽ കൽപ്പറ്റയിൽ. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിലെത്തും. റോഡ് ഷോ ആരംഭിക്കും.